കോപ്പിറൈറ്റ് ക്ലെയിം അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. യൂട്യൂബിൻ്റെ കണ്ടന്റ് ഐ ഡി ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് വേറെ കാര്യം, അതെനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു തരുമെന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം, എന്തിനാണ് കോപ്പിറൈറ്റ് ക്ലെയിം, ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. എന്താണ് കോപ്പിറൈറ്റ്? ഒരുപാട് പേര് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവർക്ക് കേട്ട് പരിചയമുള്ളതും അനുഭവിച്ചിട്ടുമുള്ളൊരു കാര്യമാണ് കോപ്പിറൈറ്റ് ക്ലെയിം. എൻ്റെ ചാനലിലും ഉണ്ട് കോപ്പിറൈറ്റ് ക്ലെയിം, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല, കോപ്പിറൈറ്റ് ക്ലെയിം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു പാട്ട് ഉണ്ടാക്കി. ആസ് എ മ്യൂസിക് കമ്പോസർ ഞാൻ പാട്ടുണ്ടാക്കുന്നു. ഞാനത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്തു. അപ്പം ഞാൻ അറിയാതെ വേറൊരാളെ ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ പാട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് എനിക്കൊരു മെസ്സേജ് അയക്കും, മച്ചാനെ നിൻ്റെ പാട്ട് ഇതോ വേറൊരിടത്ത് അവിടെ യൂസ് ചെയ്യണുണ്ട് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ എനിക്ക് അയക്കും. ആ സാധനം അവർക്കൊരു ക്ലെയിം ആയിട്ട് പോകും. നിങ്ങൾ ഉപയോഗിച്ച പാട്ട് നിങ്ങളുടേതല്ല, അത് വേറൊരാളുടെയാണ്, അപ്പം അയാൾക്ക് അതിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലെയിം എന്ന് പറഞ്ഞ സംഭവമായിട്ട് അങ്ങ് പോകും. അപ്പം നമുക്ക് 3 ഓപ്ഷനുണ്ട്. ഒന്ന്, പോട്ട് അവൻ യൂസ് ചെയ്തിട്ട് എന്നും പറഞ്ഞ് നമുക്ക് കളയാം. അപ്പം അതിൻ്റെ എത്ര പേര് കാണുന്നു, ഏത് ഏജിലുള്ളവർ കാണുന്നു, ഏതൊക്കെ കൺട്രീസിൽ കാണുന്നു, അതിൻ്റെ ന്യൂസ് അനലിറ്റിക്സ് എല്ലാം നമുക്ക് കിട്ടും. 2, ഓക്കെ അവർ കഷ്ടപ്പെട്ട് ചെയ്തില്ല, അവരുടെ ഇൻപുട്ടും വീഡിയോ വർക്കിൽ കാണും, അവരത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന റവന്യൂ നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് അവരുടെ ചാനലിൽ ആ ഒരു വീഡിയോക്ക് നമ്മുടെ ആഡ് റൺ ചെയ്യാം. അപ്പം ആ ആഡിൻ്റെ റവന്യൂ നമുക്ക് കിട്ടും. ഒരുവിധപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് പോപ്പുലാരിറ്റി കൂടുകയും ചെയ്യും, പൈസയും കിട്ടും, റോയൽറ്റി കിട്ടുമല്ലോ. 3ാമത്തത് നമുക്ക് പറയാം, മച്ചാനെ നടക്കണ കേസല്ല, ഇത് എൻ്റെ ചാനലിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് അവരെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാം. അപ്പം ഒരു യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു ഇതാണ്, അയ്യോ ഇത് ഇടാൻ പറ്റുന്നില്ലല്ലോ. ചിലപ്പം അറിയാതെ കയറി വന്നൊരു സംഭവമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തൊരു സംഭവമായിരിക്കും, അതിനൊക്കെ ക്ലെയിം വരും. ഒരുപാട് പേർക്ക് അയ്യോ ഇത് എങ്ങനെ മാറ്റണം, ഇത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നൊരു തുടർച്ചയായ ഒരു ചിന്തയിൽ അന്വേഷണത്തിലാണ് എല്ലാവരും പോകുന്നത്. അപ്പം അതാണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കാനുള്ള എന്തിന് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ നമ്മളും ഈ പാട്ടുണ്ടാക്കിയവരെ പോലെ തന്നെ അത് ഉപയോഗിച്ച് ആ പാട്ട് വേറൊരാൾ ഉപയോഗിച്ചോണ്ടല്ലേ കോപ്പിറൈറ്റ് ക്ലെയിം. ആ ഉപയോഗിച്ച ആളും എഫേർട്ട് എടുത്തിട്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. അവർ ചുമ്മാ ഒരു വാൾപേപ്പർ ഇട്ട് ആ പാട്ടിടുകയല്ലല്ലോ. അവരെന്തെങ്കിലും ഒരു അങ്ങനെ ഇടുന്നവരുണ്ട്, ഇല്ലെന്നല്ല, അവരെന്തെങ്കിലും അതിനൊരു ഇൻപുട്ട് കൊടുത്താണ്. വീഡിയോ ഒരുപാട് റിസർച്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരുപാട് ഡാൻസ് കളിച്ചതായിരിക്കും. അപ്പം അവരുടെ ഇൻപുട്ട് അതിനകത്തുണ്ട്. എന്നിട്ടും എനിക്ക് എന്തിനാണ് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത്, അത് മാറ്റണ്ടേ, അത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന മിക്കതും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ളവരുടെ അടുത്തുനിന്നായിരിക്കും. കാരണം വലിയ സ്റ്റുഡിയോ ലേബിൾസ് കൊടുത്തവരെയോ, അല്ലെങ്കിൽ ഇപ്പം സോണി മ്യൂസിക്കിന് അണ്ടറിൽ വരുന്നത്, ഇപ്പോൾ ഏഷ്യാനെറ്റിന് അണ്ടറിൽ വരുന്നത്, 24 മ്യൂസിക്കിന് അണ്ടറിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിയിൽ അണ്ടറിൽ വരുന്നതായിരിക്കും. പിന്നെ പേഴ്സണലായിട്ടുള്ളതും വരുന്നുണ്ട്, വലിയ ആർട്ടിസ്റ്റുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തിനാണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഭയങ്കരമാണ്. ചില പാട്ടുകൾ മാസങ്ങൾ എടുക്കും ചെയ്യാൻ. ഒരുപാട് മണിക്കൂറത്തെ വർക്കുണ്ട് അതിൻ്റെ മുന്നിൽ. ഒരുപാട് പേർക്ക് പൈസ കൊടുത്തായിരിക്കും ചെയ്തത്. അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിരിക്കും. നമുക്കറിയില്ല, നമ്മൾ കാണുന്ന ജസ്റ്റ് ഒരു MP3 ഫയൽ ഫോർമാറ്റ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ആണ്. പക്ഷെ അതിന്റെ ബാക്കിലുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും ഇൻപുട്ടും ഭയങ്കര വലുതാണ്. അതിൽ നിന്ന് വരുന്ന ഓരോ സാധനവും ആ ഒരു കണ്ടന്റ് ബേസ് ചെയ്യുന്ന ഓരോ റോയൽറ്റിയും അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു സിനിമ കാണും, നമ്മൾ കുറ്റം പറയും, ഇത് കൊള്ളൂല, അഭിനയം ശരിയായില്ല. നമ്മൾ ആ ഒരു സീൻ റെപ്ലിക്കേറ്റ് ചെയ്ത് നോക്കണം, അപ്പം അറിയാം അതിൻ്റെ പാട്. ചുമ്മാ ഇരുന്ന് കളിയാണ് ആർക്കും പറ്റുക, അവിടെ ഇറങ്ങി കളിക്കുമ്പോഴേ അതിൻ്റെ പാടറിയാവും. അതിനാണ് പൈസ. ആ R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. പൈസ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രീതിയിൽ കോപ്പിറൈറ്റ് ക്ലെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു 3 ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ക്ലെയിം ഇസ് എ ഫാന്റാസ്റ്റിക് തിങ്. യൂട്യൂബിന്റെ അൽഗോരിതം അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബില്ല, ഏതൊരു സോഷ്യൽ മീഡിയ റവന്യൂ പ്ലാറ്റ്ഫോം ഉള്ളിടത്തോളം കാലവും കോപ്പിറൈറ്റ് ക്ലെയിംസ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ വില മനസ്സിലാവും. ഇപ്പം എന്താ പറയുക, നമ്മളൊരു കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി പെയിന്റ് അടിച്ച് റെഡിയാക്കി ഫുള്ളി ഫർണിഷ്ഡ് ആക്കി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇട്ടിരുന്ന വീട്ടിൽ വേറെ അടുത്ത കയറി താമസിക്കും പോലെയാണ് അത്. നമ്മൾ കോപ്പിറൈറ്റ് ക്ലെയിം വെച്ചില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ക്രിയേറ്ററിന് അതിൻ്റെ ഫീല് മനസ്സിലാവും. ഇനിയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കോപ്പിറൈറ്റ് ക്ലെയിം അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. യൂട്യൂബിൻ്റെ കണ്ടന്റ് ID ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും.
അത് വേറെ കാര്യം, അതെനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ നോ വേ, ഞാൻ പറഞ്ഞു തരില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ കണ്ടന്റ് ഐ ഡി വെച്ചൊരു സാധനം വെച്ചാണ് നമുക്ക് കോപ്പറേറ്റ് ക്ലെയിംസ് വരുന്നത്. ഇതിന്റെ മെറ്റാ ഡേറ്റ വെച്ചൊക്കെയാണ് ഇവർ അനലൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു പാട്ട്, ഇപ്പം വരമഞ്ഞളാടിയ ആ പാട്ടാണെങ്കിൽ അതിൻ്റെ പിയാനോ നോട്ട്സ് പറഞ്ഞാൽ തനനാന, മനസ്സിലായില്ലേ? ഈ തനനാന ഇപ്പോൾ ഒരു 5, 6, 7, 8 നോട്ട്സ് ആണ്. ആ നോട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈം ഗ്യാപ്പ് ഉണ്ട്, ഓരോ ഫ്രീക്വൻസി ഉണ്ട്, ഓരോ പിച്ച് ഉണ്ട്. ഈ പിച്ച് വെച്ച് ഇവർ ഒരു എന്താ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലൊരു സംഭവം അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ വരുന്ന ഒരു സാധനം ഇന്ന പാട്ടാണ്, മനസ്സിലായോ? അങ്ങനെ വരുമ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റ് യൂട്യൂബ് എന്ന സാധനത്തിൽ എവിടെ കണ്ടാലും യൂട്യൂബിൻ്റെ ആ ഒരു അൽഗോരിതം പറയും, എടേ ഇത് ഇന്ന ഐറ്റമാണ്, ഇതിവിടെ ഇന്ന ആളുടെ ക്ലെയിമിങ്ങിലുള്ളതാണ് എന്ന് പറയുമ്പം അത് ട്രൂ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ക്ലെയിം ഓട്ടോമാറ്റിക്കലി ഇനി വരും. ചിലപ്പോൾ അത് അറിയാതെ മാറി മാറി വരും. അപ്പം നമുക്ക് ക്ലെയിം ചെയ്യില്ല ഇത് എൻ്റെ പാട്ട് തന്നെയാണ്, നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനൊരു ഓപ്ഷൻ യൂട്യൂബ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ കണ്ടന്റ് ഐ ഡി സിസ്റ്റം. ഇത് വരുന്നുണ്ട് റിതം, ഇങ്ങനെ റിതം വെച്ച് വരുന്നുണ്ട്. പിന്നെയും വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ ഇതാണ് ഇതിൻ്റെ കോഴ്സാണ്. ഈ മെറ്റാ ഡേറ്റ വെച്ചാണ് ഈ യൂട്യൂബ് കണ്ടന്റ് ഐ ഡി വെച്ച് കോപ്പിറൈറ്റ് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചാൻസ് വേണം ഈ കോപ്പിറൈറ്റ് നമ്മുടെ പേരിൽ തന്നെ കൊണ്ടുവന്നുണ്ടെങ്കിൽ മെറ്റാ ഡേറ്റ മാറ്റണം. ഞാൻ മെറ്റാ ഡേറ്റ മാറ്റി നോക്കി നടന്നില്ല, അത് സത്യമായ കാര്യമാണ്. പക്ഷേ പറ്റും. എങ്ങനെ? ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ആ സംഭവത്തിനെ മാറ്റി എന്നിട്ടാ യൂട്യൂബിന് പിടിക്കാൻ പറ്റൂല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പാട്ട് നമ്മൾ ഒന്നേന്നുണ്ടാക്കി ഓരോ സ്ട്രക്ചറും മാറ്റണം, മനസ്സിലായില്ലേ? ഓരോ സ്ട്രക്ചർ എടുത്ത് മാറ്റണം. അതിനെക്കാട്ടും നല്ല പുതിയൊരു പാട്ടുണ്ടാക്കുന്നത് അത്രയും കഷ്ടപ്പെടാൻ നിൽക്കേണ്ട. കാരണം അതേ ഈ പാട്ടുണ്ടാക്കിയപ്പോൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈമും മണി എടുത്തോ, അതേ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈമും മണി നമ്മുടെ സൈഡിൽ നിന്ന് വരും. ഇപ്പോൾ നമ്മുടെ സ്വന്തം പാട്ടും. അങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കാൻ പറ്റും. അല്ലാതെ ഒരു രക്ഷയുമില്ല. ഏതെങ്കിലും വഴി എടുപ്പോൾ സ്പീഡ് കൂട്ടാനോ പിച്ച് മാറ്റാനോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നെവർ എവർ തിങ്ക് ഓഫ് യൂസിങ് ദാറ്റ്. അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരാൾ ഒരു സാധനം കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് അതിൻ്റെ ബെനിഫിറ്റ് അയാൾക്ക് കിട്ടണം. അത് തന്നെയാണ് അതിൻ്റെ ശരിയായ മാർഗ്ഗം. അതുകൊണ്ട് ഒരിക്കലും കോപ്പിറൈറ്റ് ക്ലെയിം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്ക് ഇപ്പം ആ ഒരു പാട്ട് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ. യൂസ് ചെയ്തോ, അതിൻ്റെ റവന്യൂ അയാളെടുത്തോട്ടെ. കാരണം അയാൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പാട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയായിരിക്കും നിങ്ങൾ ആ വീഡിയോ ചെയ്തത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മറ്റേ ആൾക്കാണ്. സോ കോപ്പിറൈറ്റ് ക്ലെയിംസ് ആർ എ ഗുഡ് തിങ്. നമ്മുടെ സൊസൈറ്റിക്ക് നമുക്കും നല്ല, നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം. ആൻഡ് യൂട്യൂബ് ഈസ് ഡൂയിങ് എ ഫാന്റാസ്റ്റിക് ജോബ് വിത്ത് കോപ്പിറൈറ്റ് ക്ലെയിംസ് വിത്ത് ആൻഡ് കണ്ടന്റ് ഐ ഡി. Well done YouTube, and this is my video about copyright claims. Bye.